കരയുദ്ധത്തിൽ ഇസ്രായേലിന് കോടികളുടെ നഷ്ടമാണ്. 100 കോടിയോ 200 കോടിയോ ഒന്നുമല്ല, 1000 കോടിയുമല്ല, അതിൽ കൂടുതലാകാനേ സാധ്യതയുള്ളൂ. ഈ നിമിഷം വരെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ വിഷയം, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വാർത്താ ചാനലുകളിലും ഇത് പരിശോധിക്കാം. 30 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഹമാസ് ഈ കണക്ക് തള്ളുന്നുണ്ട്. ഇത്രയൊന്നുമല്ല, ഇതിൽ കൂടുതലാകാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്ന റിപ്പോർട്ട്. ഏകദേശം 60 മുതൽ 65 വരെ ഇവരുടെ ടാങ്കുകൾ, യുദ്ധ ടാങ്കുകൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനി അത് ഉപയോഗിക്കാൻ പോലും കൊള്ളത്തില്ല. ഇനി അത് നേരാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പണിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാങ്കിന്റെ കണക്ക് ജാക്സൺ ഇംഗിൾ എന്ന് പറയുന്ന ഒരു XID, ഒരു എക്സിൽ സജീവമായി നിൽക്കുന്ന, അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവരങ്ങൾ നൽകുന്ന ഒരു ഐഡിയ ആണിത്. മിഡിൽ ഈസ്റ്റ് ഒബ്സർവറിനെ പോലെയുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്രോതസ്സായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇടമാണത്. അവരുടെ ഏകദേശം കാര്യങ്ങൾ ശരിയാവുന്നുണ്ട്. ഞാനത് പരിശോധിക്കുന്നുണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബാക്കിയുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏകദേശം 61 മുതൽ 65 വരെ ഇവരുടെ യുദ്ധ ടാങ്കുകൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടാങ്കിൻ്റെ ചിലവായിട്ട് കാണുന്നത്, ഒഫീഷ്യൽ ഗൂഗിൾ തന്നെ പറയുന്നത് $3.5 മില്യൺ ആണ്. ഏകദേശം ഞാനത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 29,55,00,000 ഏകദേശം 10,000 രൂപ എന്നാണ് എനിക്ക് തോന്നുന്നത്. 29,55,00,000 10,000 രൂപയോളം ആകുന്നുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയേക്കാം. എങ്കിലും നമുക്കൊരു 30 കോടി തന്നെ ഒരു യുദ്ധ ടാങ്കിന്, അതായത് ഈ യുദ്ധവാഹനമായിട്ടുള്ള ഇസ്രായേൽ ഗസയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു യുദ്ധവാഹനത്തിന് ഇത്ര ചെലവുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ തന്നെ കൂടിയ ഇനങ്ങളുണ്ട്, കുറച്ചും കൂടി സെറ്റപ്പ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പം അതിന് ഒരുപാട് പേരുകളൊക്കെ പറയുന്നുണ്ട്. അതിന് $5 മില്യൺ കൂടുതലാകുന്നുണ്ട്. അതായത് ഇതിനേക്കാൾ ഇരട്ടിയാവുന്നുണ്ട് എന്നർത്ഥം. 6 മില്യൺ വരെ ആകുന്നുള്ള യുദ്ധവാഹനങ്ങളുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു $3.5 മില്യൺ തന്നെ പിടിക്കാം. ഒരു ടാങ്കിന് ഏകദേശം 30 കോടി രൂപ എന്നുള്ള ഒരു കാൽക്കുലേഷൻ തന്നെ നടത്തി കഴിഞ്ഞാൽ, 60 ടാങ്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1800 കോടി രൂപ നിലവിൽ ഗസയിൽ യുദ്ധ ടാങ്കുകളുടെ പേരിൽ മാത്രമായിട്ട് ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കുകൂട്ടാം. അതിൽ കുറച്ചെങ്കിലുമൊക്കെ കൂടാം. ഇനി കൂടത്തേ ഉള്ളൂ. അപ്പോൾ വലിയൊരു സാമ്പത്തിക നഷ്ടം യുദ്ധത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനുണ്ടാവും. ഒരിക്കൽ പോലും ഇസ്രായേൽ ചിന്തിച്ചു കാണില്ല തങ്ങളുടെ ഇത്ര പട്ടാളക്കാർ ഇത്ര പെടുന്നനെ കൊല്ലപ്പെടും എന്നുള്ളത്. അവർ ചിന്തിച്ചു പോലും കാണില്ല. കാരണം അങ്ങനെയുള്ളൊരു ഗറില്ല യുദ്ധമാണ് ഹമാസ് നയിക്കുന്നുള്ളത്. നോക്കുക, ഗസയിലെ ആക്രമണത്തിൽ ഒരു കുറവുമില്ല. ഗസയിൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്, സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാർ ഓരോ മിനിറ്റിലും മരിച്ചു വീഴുന്നുണ്ട്, ഓരോ ഹോസ്പിറ്റലുകളും തകർക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആരാധനാലയങ്ങൾ തകർക്കുന്നുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുന്നുണ്ട്, ഭക്ഷണ സ്രോതസ്സുകൾ തകർക്കുന്നുണ്ട്. എന്തൊക്കെ മനുഷ്യന് വേണമോ അതൊക്കെ തകർത്ത് അവിടെ വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതിൽ അവർ മിടുക്കന്മാരാണെന്ന് പറയുമ്പോൾ അവരുടെ പ്രശംസയൊന്നുമല്ല. അവരത്തരം ദ്രോഹിക്കാൻ പറ്റുന്ന പരിപാടിയിൽ അവർക്കറിയുന്നത് പോലെ മറ്റൊരാൾക്കും അറിയില്ല. അപ്പം ആ ഒരു ദ്രോഹം അവർ ചെയ്തുകൊണ്ടുണ്ട്. ആ പിഞ്ചു കുട്ടികളുടെ കണ്ണീര് പോലും കാണാനാകാതെ അവർ സഞ്ചരിക്കുന്ന ആംബുലൻസുകൾക്ക് മുകളിൽ പോലും അവർ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വെരി സിമ്പിൾ, അവർ വളരെ നിസ്സാരമായിട്ടാണ് അതിനെ കാണുന്നത്. അതിൽ ഹമാസുകാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മിസൈൽ ഇട്ടു എന്നുള്ളതാണ് അവർ വിശദീകരണം. പക്ഷെ കരയുദ്ധത്തിൽ നേരെ തിരിച്ചു സംഭവിക്കുകയാണ്. ഇതുവരെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതുവരെ അവർക്ക് വല്ലാതെ പാടുപെടുകയാണ്. കാരണം അവർക്ക് എവിടെയാണ് ഇവരുള്ളത്, എവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊന്നും അറിയുന്നില്ല. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വ്യോമാക്രമണ സമയത്ത് ഇന്ന ആളുകളെ ഞങ്ങൾ കൊന്നു, ഇന്ന നേതാവിനെ ഞങ്ങൾ കൊന്നു എന്നൊക്കെ പറഞ്ഞ് സ്കെച്ച് ചെയ്ത് ഓരോ ആൾക്കാരുടെ ഫോട്ടോ വിവരങ്ങൾ ഈ മൊസാദിന്റെ പേരിലുള്ള ഐഡിയിലും അതുപോലെ തന്നെ IDFന്റെ ഐഡികളിലൊക്കെ വന്നിരുന്നു. ഹിസ്ബുള്ളയുടെ ആളുകൾ ഇത്ര പേരെ ഞങ്ങൾ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ കരയുദ്ധം തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഇന്ന ആളുകളെ, ഇന്ന് ഹമാസിന്റെ ലീഡറെ, ഇന്ന് ഹമാസിന്റെ മെമ്പറെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രമോ ഒരു വീഡിയോ അവർക്ക് വിടാൻ പറ്റുന്നില്ല. കാരണം
ആകെ നിശ്ചലമായി നിൽക്കുകയാണ് അവരുടെ ഐഡിയകൾ. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, IDF-ന്റെയും ഈ മൊസാദിന്റെയും ഒക്കെ പേരിലുള്ള ഐഡിയകൾ പരിശോധിച്ച് നോക്കുക. എന്നാൽ മറ്റു പല ഐഡിയകളിൽ വരുന്നത് ഇവരുടെ ടണലിന്റെ അകത്ത് കയറിയിട്ട് നായ ആക്രമണം നടത്തിയെന്നും എന്നാൽ അത് ഫേക്കാണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരയുദ്ധത്തിൽ ഇവർ വിചാരിച്ചത് എന്തോ, സംഭവിക്കുന്നത് വേറെന്തോ. അപ്പം അത് തന്നെയാണല്ലോ ഈ നോക്കുക. 2 ദിവസം മുൻപ് വരെ ഏകദേശം 22ഓളം യുദ്ധവാഹനങ്ങൾ എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. നോക്കൂ, 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ എണ്ണം നേരെ ഇരട്ടിയല്ല, അതിലും കൂടുതൽ 40ഓളം വാഹനങ്ങൾ 2 ദിവസം കൊണ്ട് തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ വലിയൊരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതിരോധം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പകവിട്ടലായിരിക്കാം ഈ പറയപ്പെടുന്ന ഹമാസിനെയോ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കണം. നോക്കുക, ഈ പറയപ്പെടുന്ന ഇസ്രയേലിൽ തന്നെ ഈ വിഷയത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇതൊന്നും വെറുതെ പറഞ്ഞ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്കത് പരിശോധിക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. വ്യാപക പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി അടക്കം നെതന്യാഹുവിന്റെ ഓഫീസിന് മുമ്പിലടക്കം വ്യാപക പ്രതിഷേധങ്ങളുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് സുരക്ഷയില്ല, ഞങ്ങളുടെ രാജ്യം ഹമാസിനെ ഇതുവരെയായിട്ട് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആകെ വല്ലാത്തൊരു പ്രശ്നം, അകത്തും പുറത്തും വലിയ സമ്മർദ്ദത്തിന് മേലിൽ പെട്ടു നിൽക്കുകയാണ് ഇസ്രായേലിലെ ഭരണകൂടം. അപ്പൊ ഹമാസിനെ ഇതുവരെ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഹമാസിന് 40,000-ഓളം സേനാംഗങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹമാസിനെ ഇല്ലാതാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ 40,000 പേരെയും ഓരോ ആളുകളെയും ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് അവരെ കൊല്ലുക എന്നുള്ളതാണല്ലോ ഹമാസിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ഇല്ലാതാക്കൽ, അല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ അങ്ങ് തുടച്ചു നീക്കാനാണ് ഞങ്ങൾ വരുന്നതെന്ന് അവർ പറയുമ്പോൾ ഈ 40,000 പേരെയും ലൊക്കേറ്റ് ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഹമാസിന്റെ നേതാക്കന്മാർ മറ്റുള്ള രാജ്യങ്ങളുണ്ട്, അവരൊക്കെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ സാങ്കേതിക സംവിധാനങ്ങളുള്ള വലിയ ചാര സംഘടനകളുള്ള അവരൊക്കെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ലെവൽ, അങ്ങനെയാണല്ലോ അതിനെ പറയാം. പക്ഷെ അതല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. മറിച്ച് ഹമാസിന്റെ പോരാളികളെ കിട്ടാത്തപ്പോൾ അതിൻ്റെ മൊത്തം ചൂടങ്ങ് തീർക്കുന്നത് അവർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? വ്യോമേനയുള്ള ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു റഡാർ സംവിധാനമില്ലാത്ത അല്ലെങ്കിൽ അയൺ ഡോം സംവിധാനമില്ലാത്ത ഒരു പ്രതിരോധവും ഉണ്ടാകില്ല എന്ന് വ്യക്തമായ ധാരണയുണ്ടായിട്ടും ഗസയിൽ കയറി ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര പരിപാടിയാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ കരയുദ്ധമാണ് ഒരു സ്ട്രാറ്റജി. എത്രത്തോളമാണ് ഒരു സൈന്യത്തിനുള്ള സ്ട്രാറ്റജി, അവരുടെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, അവരുടെ വാർ പവർ എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് എന്താണ്? ഗ്രൗണ്ട് ലെവലിലുള്ള ഫൈറ്റാണ്. ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ഫൈറ്റ് അന്താരാഷ്ട്ര ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്ന ഹമാസാണ്. ഹമാസിന്റെ ഇന്ന പോരാളിയെ, ഇന്ന നേതാവിനെ, ഇന്ന ടണലിന്റെ അകത്ത് കയറി ഇന്ന ഗറില്ല പോരാട്ടം നടത്തുന്ന ഇന്ന പ്ലേസിൽ വെച്ച് വധിച്ചു എന്നവർക്ക് ഇതുവരെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുവരെ ഹമാസ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങി 1 മാസം ആകാനായില്ലേ? 7-ന് അവിടെ ആക്രമണം ഉണ്ടാകുന്നു, 8-ന് അതിനൊരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ ഇവർ ആക്രമണം നടത്തി. ഇതുവരെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹമാസിന്റെ കുടുംബങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്, നേതാവിന്റെ വീട് പൊളിച്ചു, നേതാവിന്റെ ബന്ധുക്കളെ പൊളിച്ചു എന്നല്ലാതെ ഹമാസിന്റെ പോരാളികൾക്ക് നേരെ വരാനാകുന്നില്ല, പറ്റത്തില്ല എന്ന് തന്നെയാണ് ഹമാസ് പറഞ്ഞത്. ഞങ്ങളെ അങ്ങനെ നിങ്ങൾ ഈ പറയപ്പെടുന്നത് പോലെ നിസാരമായിട്ട് അങ്ങ് ചുരുട്ടിക്കൂട്ടി ഒരു കൊട്ടയിലിട്ട് കൊണ്ടുപോകാം എന്നുള്ള വിചാരമുണ്ട് എങ്കിൽ കറുത്ത കവറുകളുടെ എണ്ണം, കറുത്ത പാക്കിംഗ്, അതിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഇസ്രായേൽ സോൾജേഴ്സിനെ കൊണ്ടുപോകുന്ന ഒരു കറുത്ത പാക്ക് ചെയ്തുകൊണ്ടാണ്, ഒരു കറുത്ത കവറിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ, അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും നടക്കത്തില്ല. ടാങ്കുകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ടാങ്കുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവരുടെ ഒരു മിസൈൽ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇയാസ് 105 എന്നുള്ളതാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു, ഇയാസ് 105 അങ്ങനെയാണ്. അപ്പം ഇതാണ് ഇവരുടെ ഒരു ചെറിയ ഈ തോക്കിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഇവിടെ വെച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ ഫയർ ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനാണ് ഇവർ പറയുന്നത് ഇയാസ് 105 എന്നുള്ളതാണ് അവരുടെ ആ സംഭവത്തിൻ്റെ പേര്. അപ്പം ഈ ഒരു സംഭവം ഉപയോഗിച്ച്
വലിയ സംഭവമൊന്നുമല്ല. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള അവർ തന്നെ ഹോം മെയ്ഡ് സാധനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് നോർത്ത് കൊറിയ കൊടുക്കുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സംഭവം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന 3.5 മില്യൺ 30 കോടി രൂപ വില മതിക്കുന്ന ടാങ്കുകളെ ആക്രമിക്കുന്നത്. അവർക്ക് 1000-ഓ 2000-ഓ ഏറിക്കഴിഞ്ഞാൽ 10,000 രൂപ വില വരുന്ന ഈ പറയപ്പെടുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 30 കോടി രൂപയുടെ ഒരു വലിയ അവരുടെ യുദ്ധവാഹനങ്ങൾ തകർക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ ശക്തരാണെന്നും അത്യാധുനിക ശേഷിയുണ്ടെന്നും സാങ്കേതിക വിദ്യയുടെ കിടക്കയിൽ കിടക്കുന്നവരാണെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരിന് വിജയിച്ചാലും അവർക്കിതൊരു വലിയ മാനക്കേട് തന്നെയാണ്. ആധുനിക ലോകത്തെ രണ്ടാം പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പശ്ചിമേഷ്യയുടെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഇസ്രയേലിനെ സായുധരായിട്ടുള്ള ആ ഇസ്രയേൽ സൈന്യത്തിൻ്റെ 6 ലക്ഷം വരുന്ന പടയാളികളുടെ ഒരു 10% പോലും ഇല്ലാത്ത ഒരു ചെറിയ സംഘം ആളുകൾ അവരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി അവരുടെ 61ഓളം യുദ്ധവാഹനങ്ങളും 30ഓളം സൈനികരെയും ഇല്ലാതാക്കുന്നുണ്ട് എങ്കിൽ ഗറില്ല യുദ്ധമുറകളിൽ ഹമാസ് മിടുക്കന്മാരാണെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ SA-22 പോലെയുള്ള കുറച്ചും കൂടി അറ്റാക്കിംഗ് മൂഡുള്ള ആയുധങ്ങൾ കൂടി ഹമാസിൻ്റെയൊക്കെ കൈവശം വന്നു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരായി മാറും. അവർ വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പം നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സാമ്പത്തികമായിട്ടും ശാരീരികവുമായിട്ടും വലിയ രീതിയിലുള്ള നഷ്ടം ഇസ്രായേലിന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറുകളിലും കരയുദ്ധത്തിൽ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ 2-3 വീഡിയോസുകളൊക്കെ ഈ പറയപ്പെടുന്ന എക്സിലും അവിടെയൊക്കെ കണ്ടു. ഇവരുടെ യുദ്ധവാഹനങ്ങൾ വരുമ്പോൾ ഇത്രയും വലിയ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിട്ടും ഭയന്ന് മുറിക്കകത്ത് നിൽക്കാതെ പുറത്തു നിന്നുകൊണ്ട് ചില തീഗോളങ്ങൾ അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചില ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ ഈ പറയപ്പെടുന്ന ഇസ്രായേൽ വാഹനങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ സാധാരണക്കാരായിട്ടുള്ള സിവിലിയന്മാർ തന്നെ നടത്തുന്നു. അത് വ്യാപകമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യോമേനയുള്ള യുദ്ധം, അതിൽ ഗസക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പലസ്തീനിലെ ഭരണകൂടത്തിന് തന്നെ വ്യക്തമായ ഹെലികോപ്റ്റർ സംവിധാനമൊന്നുമില്ല. അവർക്ക് എയർ സ്പേസ് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അതായത് മുകളിൽ നിന്ന് വന്നിട്ട് ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തടുക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ് അവർ. അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത ആളുകളാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ ഹമാസിൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. അങ്ങനെ വന്ന് വീഴുന്ന മിസൈലുകൾ അത് വന്ന് വീഴുക എന്നല്ലാതെ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമില്ല. പക്ഷേ അങ്ങനെയല്ല കരയുദ്ധം നേർക്ക് നിന്ന് വെടിവെച്ച് ഫൈറ്റ് ചെയ്യാണ്. ഓരോ ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു യുദ്ധമാണ് കരയുദ്ധം എന്ന് പറയുന്നത്. അവിടെ മികവ് കാണിക്കാൻ പറ്റണമെന്നുണ്ട് എങ്കിൽ അവരതിശക്തരായിരിക്കണം. പിന്നെ നാറ്റോയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാറ്റോയുടെ ഒരു 10 പേർ മതി 100ഓളം ആളുകൾക്ക് എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു മൂവ്മെൻറ്റ് അങ്ങനെയാണ് അവർ പിന്നെ ഈ നാറ്റോയുടെ മൂവ്മെൻറ്റുകൾ അത് കൃത്യമായി എതിർ കക്ഷികൾ പഠിക്കുകയും അവരെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ള വ്യക്തമായൊരു ലക്ഷ്യത്തിലേക്ക് എത്തുകയും അവരെ അതേപോലെ കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം നാറ്റോ പലയിടങ്ങളിൽ നിന്നും മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അപ്പം കരയുദ്ധം എന്ന് പറയുന്നത് ഏതൊരു ഗ്രൗണ്ടിലാണോ യുദ്ധം നടക്കുന്നത് ആ ഗ്രൗണ്ടിലുള്ള ആളുകൾ ആ ഗ്രൗണ്ടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുള്ളവരാണെങ്കിൽ ഗറില്ല യുദ്ധമുറകളിൽ വ്യക്തമായ പ്രാഗൽഭ്യമുള്ള ആളുകളാണ് എങ്കിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് കരയുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന, അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോരായി കരയുദ്ധം മാറുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.